ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം, നമുക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ബ്ലഡ് ഇങ്ങനെ വാർന്നു പോകും. അതിനുശേഷം ബ്ലഡ് ക്ലോട്ട് ആവാറുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് അത് നടക്കുന്നത്? അതിന്റെ മെക്കാനിസം ഇവിടെ മുഴുവൻ റിയാക്ഷൻസും എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ്. എൻസൈംസിന്റെ സഹായത്തോടു കൂടിയാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. ഇതൊരു കാസ്കേഡ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ തൊട്ട് തൊട്ട് എൻസൈംസ് ഒന്ന് മറ്റൊന്നിനെ ആക്കി അത് മറ്റൊന്നിനെ ആക്കി അങ്ങനെ പോകുന്ന ഒരു സീരീസ് ഓഫ് പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഒരു സീക്വൻസ് എങ്ങനെയാന്ന് നോക്കാം. നമുക്കറിയാം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡിലുള്ള സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് അല്ലെ? അപ്പോ നമുക്ക് മുറിയുന്ന സമയത്ത് ആ മുറിയുന്ന ഭാഗത്തുള്ള പ്ലേറ്റ്ലെറ്റിന് ഡാമേജ് സംഭവിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കും. ഇപ്പൊ ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ ആക്റ്റീവ് ആകും. ഓക്കെ, അപ്പൊ ഈ ആക്റ്റീവ് ആകുന്ന പ്ലേറ്റ്ലെറ്റുകൾ ചില എൻസൈംസുകളെ പ്രൊഡ്യൂസ് ചെയ്യും, ഗ്രൂപ്പ് ഓഫ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് ത്രോംബോകൈനേസ്. ഈ ത്രോംബോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രം ഡാമേജ്ഡ് ടിഷ്യൂസിൽ നിന്നാണ്. മുറിയുന്ന സമയത്ത് ഡാമേജ് ആയ ടിഷ്യൂസ് ആണ് ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം കാൽഷ്യത്തിന്റെ പ്രസൻസിൽ നമ്മുടെ ബ്ലഡിലുള്ള ഇനാക്റ്റീവ് പ്രോട്ടീനായ പ്രോത്രോംബിനെ ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്യും. ബ്ലഡില് ഒരു ഇനാക്റ്റീവ് പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ ബ്ലഡിന്റെ പ്ലാസ്മയില് ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ പേര് പ്രോത്രോംബിൻ എന്നാണ്. പ്രോ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് എന്നാണ്. അപ്പോ നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അപ്പോ നമ്മള് ഈ വൈറ്റമിൻ കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് ഈ വൈറ്റമിൻ കെയുടെ ഹെൽപ്പോട് കൂടിയാണ് ലിവർ പ്രോത്രോംബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോത്രോംബിനെ ആക്റ്റീവ് ത്രോംബിനാക്കി മാറ്റുന്നത് ത്രോംബോകൈനേസ് ആണ്. ത്രോംബോകൈനേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡാമേജ്ഡ് ടിഷ്യൂസ്. ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം അയോൺസ്, ത്രോംബോകൈനേസ് കൺവേർട്ട് പ്രോത്രോംബിൻ ഇൻറ്റു ത്രോംബിൻ. ഈ ത്രോംബിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ, ത്രോംബിൻ ഇൻ ടേൺ കൺവേർട്ട് ഫൈബ്രിനോജൻ ഇൻറ്റു ഫൈബ്രിൻ ത്രെഡ്സ്. നമുക്കറിയാം, നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. അപ്പൊ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അതിന്റെ ആക്റ്റീവ് ഫോം ആണ് ഫൈബ്രിൻ. അപ്പൊ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നത് ആരാണ്? ത്രോംബിൻ ആണ്. ത്രോംബിൻ കൺവേർട്ട് ഫൈബ്രിനോജൻ ഇൻറ്റു ഫൈബ്രിൻ ത്രെഡ്. ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് ഒരു ത്രെഡ് ലൈക്ക് പ്രോട്ടീനാണ്, നൂല് പോലുള്ള പ്രോട്ടീനാണ്. ഈ ഫൈബ്രിൻ ത്രെഡ് ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ഓൺ വൂണ്ടഡ് റീജിയൻ. നമുക്ക് മുറിവുണ്ടായ ഭാഗത്ത് ഈ ഫൈബ്രിൻ ത്രെഡുകള് ഒരു നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫൈബ്രിൻ ത്രെഡുകള് ഈ മുറിഞ്ഞ ഭാഗത്ത് ഫൈബ്രിൻ കൊണ്ടുള്ള നെറ്റ്വർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു വല പോലെ ഒരു നെറ്റ്വർക്ക്, ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പം നമുക്കിങ്ങനെ ബ്ലഡ് വാർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ ബ്ലഡ് വാർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതില് RBC ഉണ്ടാവും, WBC ഉണ്ടാവും, പിന്നെ ഡാമേജ്ഡ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഡാമേജ്ഡ് ഫോംഡ് എലമെന്റ്സ് എവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു? ഈ RBC, WBC ഇതെല്ലാം ഈ നെറ്റ്വർക്കിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുന്നു, കുടുങ്ങുന്നു. അപ്പോ RBC, WBC ഒക്കെ ഈ നെറ്റ്വർക്കിൽ ഇങ്ങനെ കുടുങ്ങുമ്പോ ഈ നെറ്റ്വർക്ക് ബ്ലോക്ക് ആവും. ആ നെറ്റ്വർക്കില് ആ വൂണ്ടഡ് റീജിയൻ, മുറിഞ്ഞിരിക്കുന്ന ഭാഗം ഈ നെറ്റ് കൊണ്ടിങ്ങനെ മറയ്ക്കപ്പെടും. അതിലൂടെ ഈ ഫോംഡ് എലമെന്റ്സ് അതിൽ കുടുങ്ങുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. അപ്പോ ആ മുറിവ് അടയ്ക്കപ്പെടും. എന്ന് വെച്ചാൽ അവിടെ ഒരു റെഡിഷ് ബ്രൗൺ സ്കം ഫോം ചെയ്യും. ഒരു റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു
ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും. ഈ നെറ്റ്വർക്കിൽ RBC WBC ഒക്കെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ആ മുറിവ് ക്ലോട്ട് ചെയ്യപ്പെടും. പിന്നെ മുറിവിലൂടെ ബ്ലഡ് പുറത്തേക്ക് പോകില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുറിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. അത് സിറമാണ്. അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു, പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് കൊയാഗുലേഷന്റെ മെക്കാനിസം. അടുത്തത് ലിംഫാണ്. ലിംഫ് ഓൾസോ കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അയോർട്ട എന്ന് പറയുന്ന വലിയൊരു ബ്ലഡ് വെസലിലൂടെയാണ് അല്ലേ? ഓക്കെ, അതാണ് പിന്നീട് ആർട്ടറീസ് ആയി മാറുന്നത് അല്ലെ? അയോർട്ടയുടെ ബ്രാഞ്ചുകളാണ് ആർട്ടറീസ്. ആർട്ടറീസിന്റെ ബ്രാഞ്ചാണ് ആർട്ടീരിയോൾസ്. ആർട്ടീരിയോൾസിന്റെ ബ്രാഞ്ചാണ് കാപ്പിലറീസ്. ഒരു വലിയ പൈപ്പിലൂടെ കടത്തിവിടുന്ന വെള്ളം ചെറിയ ചെറിയ പൈപ്പുകളിലേക്ക് മാറ്റുമ്പോൾ വോളിയം കുറയുന്നതിനനുസരിച്ച് പ്രഷർ കൂടൂലേ അല്ലേ? അതേപോലെ നമ്മുടെ അയോർട്ട എന്ന് പറയുന്ന വലിയൊരു ബ്ലഡ് വെസലിലൂടെ പുറത്തേക്ക് വന്ന ബ്ലഡ് ചെറിയ കാപ്പിലറീസിലേക്ക് എത്തുന്ന സമയത്ത് ആ ബ്ലഡിന് ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളാണെന്ന് വിചാരിക്കുക. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. അപ്പൊ ഈ സെല്ലുകൾക്ക് ബ്ലഡ് എത്തിക്കുന്നത് ഫൈൻ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള കാപ്പിലറീസ് ആണ്. അപ്പൊ ഈ കാപ്പിലറീസിലൂടെ ഹൈ പ്രഷറിലാണ് ബ്ലഡ് ഒഴുകുന്നത്. ഇത് ബ്ലഡ് വെസൽസ് ആണ്, കാപ്പിലറീസ് ആണ്. അപ്പൊ ഈ ബ്ലഡിന്റെ പ്ലാസ്മ നമുക്കറിയാം ലിക്വിഡ് ഫോമിലാണ്. അപ്പൊ ഈ ബ്ലഡിന്റെ പ്ലാസ്മയിൽ ഒരുപാട് വാട്ടർ ഉണ്ട്. 90 to 92% വാട്ടർ ആണ് അല്ലേ? അപ്പോൾ ഈ വാട്ടർ, പിന്നെ കൂടാതെ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസ്, പിന്നെ അതുപോലെ WBCs ഒക്കെ ഈ ഹൈ പ്രഷറിൽ ബ്ലഡ് കാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ ഈ ബ്ലഡിലുള്ള ന്യൂട്രിയൻസിനും വാട്ടറിനും ഒക്കെ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് പ്രഷർ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകാനാണ് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഈ സെല്ലുകൾക്കിടയ്ക്കുള്ള ഈ സ്പേസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയാം. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പോൾ ഹൈ പ്രഷറിൽ ബ്ലഡ് കാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ബ്ലഡിന്റെ പ്ലാസ്മ വിത്തൗട്ട് ലാർജ് പ്ലാസ്മ പ്രോട്ടീൻ, ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോ ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് ഇറങ്ങുന്ന ബ്ലഡിന്റെ പ്ലാസ്മയെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. അതിൽ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന WBCയും ഉണ്ടാവും. WBC ലിംഫോസൈറ്റ് റിച്ച് ആണ് ലിംഫില്. അപ്പൊ ഈ ഇടയിലേക്ക് അടങ്ങുന്ന ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിംഫ് എന്ന് പറയും. ലിംഫിന്റെ മറ്റൊരു പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ലിംഫ് ഓൾസോ കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പോൾ ബ്ലഡ് ഹൈ പ്രഷറിൽ കാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ ബ്ലഡിന്റെ പ്ലാസ്മയും അതുപോലെ ചില WBCകളും ഈ സെല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന ഈ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫ്. ലിംഫ് കളർലെസ് ആണ്. ലിംഫിന് കളർ ഇല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിൽ RBC ഇല്ല. RBCക്കാണല്ലോ കളർ ഉള്ളത്. അപ്പൊ RBC ഇല്ലാത്ത, RBCയും പ്ലേറ്റ്ലെറ്റും ഒന്നും ഇല്ലാത്ത ബ്ലഡിന്റെ ഭാഗമാണ് എന്ത്? ലിംഫ്. അപ്പൊ ബ്ലഡിൽ നിന്നാണ് എന്ത് ഉണ്ടായത്? ലിംഫ് ഉണ്ടായത്. അപ്പോ ലിംഫിലെ മിനറൽ കോമ്പോസിഷൻ സിമിലർ ടു പ്ലാസ്മ ആയിരിക്കും. ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള അതേ മിനറൽ കോമ്പോസിഷൻ തന്നെയാണ് എന്തിനും ഉണ്ടാവുക? ഈ ലിംഫിനും ഉണ്ടാവുക. കാരണം നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലുള്ള മിനറലുകളും ന്യൂട്രിയൻസും പിന്നെ നമ്മുടെ കുറച്ച് റെസ്പിറേറ്ററി ഗ്യാസ് ഒക്കെ ഡിസോൾവ്ഡ് ഫോമിൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ലിംഫിലേക്കും വരും. അപ്പൊ മിനറൽ കോമ്പോസിഷൻ ഓഫ് ലിംഫ് ഈസ് സിമിലർ ടു ബ്ലഡ് പ്ലാസ്മയാണ്. പിന്നെ ഈ ലിംഫ് എന്ന് പറയുന്നത് ഒരു മിഡിൽ മാൻ ആണ്, ഒരു മധ്യസ്ഥനാണ്. ലിംഫ് ഈസ് ദ മിഡിൽ മാൻ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ഈ ബ്ലഡിനെ ടിഷ്യൂസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് ലിംഫാണ്. അതായത് ഒരു സെല്ലിന്റെ ചുറ്റിലും ലിംഫായിരിക്കും. ഒരു സെല്ലിന്റെ ചുറ്റിലും എന്താണ് കാണുക?
ലിംഫാണ് കാണുക. അപ്പോൾ ഒരു സെല്ലിന് ന്യൂട്രിയൻസ് വേണമെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത് എവിടുന്നാണ്? ലിംഫിൽ നിന്നാണ്. അപ്പോൾ ഒരു സെല്ലിന് ന്യൂട്രിയൻസും പിന്നെ ഗ്യാസസും റെസ്പിറേറ്ററി ഗ്യാസസും ഒക്കെ ഇതിലുണ്ടാവും ഡിസോൾവ്ഡ് ഫോമിൽ. അതും ഒക്കെ റെഡിലി അവൈലബിൾ ആയിരിക്കുന്നത് എന്തിലാണ്? ലിംഫിലാണ്. അതുകൊണ്ട് നമ്മൾ പറയും ലിംഫ് ഈസ് ദ റെഡിലി അവൈലബിൾ ന്യൂട്രിയന്റ് സോഴ്സ് ഫോർ എ സെൽ. പിന്നെ അത് വെസൽസിലൂടെ ഒഴുകും. ലിംഫ് വെസലുകളുണ്ട്. ഓക്കെ, ആ ലിംഫ് വെസലിലൂടെ ഒഴുകും. നമ്മുടെ ശരീരത്തിൽ ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ലിംഫ് വെസലുകളുടെ ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് പിന്നീട് ലിംഫ് വെസലുകളിലൂടെ ഒഴുകി അവസാനം അത് വെയിനുകളിലേക്ക് എത്തും. വെയിനിലൂടെ ഒഴുകുന്നത് ബ്ലഡ് അല്ലേ? അപ്പം മേജർ വെയിനുകളായ വീന കാവയിലേക്ക് തന്നെ ഈ ലിംഫ് എത്തിച്ചേരും. അപ്പോൾ ലിംഫ് ഉണ്ടാവുന്നത് ബ്ലഡിൽ നിന്നാണ്. അവസാനം അത് എവിടെ തന്നെ എത്തിച്ചേരുകയും ചെയ്യും? ബ്ലഡിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യും. ലിംഫ് അൾട്ടിമേറ്റ്ലി റീച്ചസ് ടു ബ്ലഡ്. ഓക്കെ, അടുത്തത് സർക്കുലേറ്ററി പാത്വേസ്. സർക്കുലേറ്ററി പാറ്റേൺസ് പ്രധാനമായിട്ട് 2 ടൈപ്പാണ്, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. അപ്പം സർക്കുലേറ്ററി പാറ്റേൺസിന് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ജീവജാലങ്ങളുള്ള ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ 2 രീതിയിലാണ്. ഒന്ന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, രണ്ടാമത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ആർത്രോപോഡ്സ്, മൊളസ്ക് എക്സെട്ര. അപ്പോൾ നിങ്ങൾ കോക്രോച്ച് പഠിച്ചാണ്. അപ്പോൾ കോക്രോച്ചിനൊക്കെ ബ്ലഡ് വെസലുകൾ, ബ്ലഡ് വെസൽസ് പോർലി ഡെവലപ്ഡ് ആണ്. അപ്പോൾ ബ്ലഡ് വെസൽസിലൂടെ കുറച്ച് സമയം ബ്ലഡ് ഒഴുകിയതിന് ശേഷം അത് ഓപ്പൺ സ്പേസിലേക്ക്, ആ ഓപ്പൺ സ്പേസിനെ നമ്മൾ സൈനസസ് എന്ന് വിളിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലൂടെയാണ് ബ്ലഡ് ശരീരത്തിൽ ഈ സൈനസസിൽ നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് ഡസ് നോട്ട് കൺഫൈൻഡ് ഇൻ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അതൊരു ഓപ്പൺ സ്പേസിലൂടെ കൂടി സർക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെയാണ് നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് ആർത്രോപോഡ്, മൊളസ്ക് എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ബ്ലഡ് വെസലിൽ മാത്രമല്ലേ കാണുന്നത്? ബ്ലഡ് ഓൺലി കൺഫൈൻഡ് ഇൻ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അല്ലേ. നമുക്ക് ബ്ലഡ് വെസൽ കട്ടായാൽ മാത്രമേ ബ്ലഡ് പുറത്തു വരുള്ളൂ. അപ്പൊ നമുക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പൊ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നവരാണ് അനലിഡ്സ്, കോഡേറ്റ്സ്. നമ്മളൊക്കെ കോഡേറ്റ്സ് അല്ലേ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ ചെറിയ ജീവികൾക്ക് ഇപ്പൊ നമുക്ക് ഹൃദയമുണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾക്കും ഹാർട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് അത്ര വെൽ ഡെവലപ്ഡ് ഹാർട്ട് അല്ല. അവർക്ക് അവരുടെ ഹാർട്ടിനെ കുറിച്ചാണ് നമുക്കിനി അവർക്ക് എത്ര ചേംബേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ഇൻ വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിലുള്ള നമ്പർ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ആണ് അടുത്തത്. നമ്പർ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ആദ്യം വരുന്നത് ഫിഷ് ആണ്. ഫിഷിന് 2 ചേംബേർഡ് ഹാർട്ടാണ്, 2 ചേംബറാണ്, ഒരു ഏട്രിയോ ഒരു വെൻട്രിക്കിളും. ഓക്കെ, ഇത് ഫിഷിന്റെ ഹാർട്ട് ചേംബേഴ്സിന്റെ ഒരു ചിത്രമാണ്. അപ്പോ ഇതാണ് ഏട്രിയം, ഇതാണ് വെൻട്രിക്കിള്. അപ്പൊ ഏട്രിയത്തിലേക്ക് നമ്മളെ പോലെ തന്നെ എല്ലാ ബോഡി ടിഷ്യൂസിൽ നിന്നും ബോഡി സർക്കുലേഷൻ എന്ന് വെച്ചാൽ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിൽ നിന്നുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത് എവിടേക്കാണ്? ഏട്രിയത്തിലേക്കാണ്. ഏട്രിയം റിസീവ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഓൾ ബോഡി ടിഷ്യൂസ്. എന്നിട്ട് അത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഏട്രിയത്തിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. വെൻട്രിക്കിളിൽ നിന്ന് അത് ഓക്സിജനേഷന് വേണ്ടിയിട്ട് ഗില്ലിന്റെ സർഫസിലേക്ക് പമ്പ് ചെയ്യുന്നു. നമുക്കറിയാം ഫിഷിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ഗില്ലാണ്. അപ്പൊ ഗില്ലിന്റെ സർഫസിൽ വെച്ചിട്ടാണ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യപ്പെടുന്നത്, ഓക്സിജനേഷൻ നടക്കുന്നത്. അങ്ങനെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയാം. അപ്പൊ ഗില്ലിന്റെ സർഫസിൽ വെച്ച് ഓക്സിജനേഷൻ നടന്നതിന് ശേഷം ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാ ബോഡി ടിഷ്യൂസിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ സെല്ലുകൾക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ബോഡി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ബോഡിയിൽ എല്ലാ ഭാഗത്തൂടെയും സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ഓക്സിജനെ കൊടുത്ത് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച്
കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും എവിടേക്ക് തന്നെ തിരിച്ചെത്തും? ഏട്രിയത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോ ഫിഷിന് 2 ചേമ്പേർഡ് ഹാർട്ടാണ്. ആ 2 ചേമ്പറിലൂടെ ഒഴുകുന്നത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് മാത്രമല്ലേ? അതുകൊണ്ട് അപ്പൊ ഹൃദയത്തിലൂടെ ഒരൊറ്റ ഡയറക്ഷനിലല്ലേ ബ്ലഡ് ഒഴുകുന്നുള്ളൂ അല്ലെ? അതുകൊണ്ട് ഇതിനെ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയും. ഫിഷിന്റെ ഹാർട്ടിലൂടെ ബ്ലഡ് ഒരൊറ്റ ഡയറക്ഷനിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ ഫിഷിന്റെ പ്രത്യേകത 2 ചേമ്പേർഡ് ഹാർട്ടാണ്, പിന്നെ സിംഗിൾ സർക്കുലേഷൻ ആണ്. അവർക്കൊരു ഏട്രിയം ഉണ്ട്, ഒരു വെൻട്രിക്കിളും ഉണ്ട്. ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ഗില്ലിന്റെ സർഫസിലേക്ക് പോകുന്നു. ഗില്ലിൽ വെച്ചിട്ട് ഓക്സിജനേഷൻ നടന്നതിന് ശേഷം എല്ലാ ബോഡി ടിഷ്യൂസിലേക്കും ബോഡി സർക്കുലേഷൻ നടന്നതിന് ശേഷം ഡിയോക്സിജനേറ്റഡ് ബ്ലഡുമായിട്ട് വീണ്ടും ബ്ലഡ് ഏട്രിയത്തിലേക്ക് വരുന്നു, വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫിഷിന്റെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തത് ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും എക്സെപ്റ്റ് ക്രൊക്കഡൈൽ, ഈ ക്രൊക്കഡൈൽ ഒഴികെ, മുതലയിൽ 4 ചേമ്പറുള്ള ഹാർട്ടാണ്. അപ്പോ ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും എക്സെപ്റ്റ് ക്രൊക്കഡൈൽ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 3 ചേമ്പർ ഉണ്ട്, 2 ഏട്രിയോ ഉണ്ട്, ഒരു വെൻട്രിക്കിളും ഉണ്ട്. അപ്പോ ഇവിടെയും നമുക്കറിയാം ലെഫ്റ്റ് ഏട്രിയം എപ്പോഴും ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് റിസീവ് ചെയ്യുക, റൈറ്റ് ഏട്രിയം എപ്പോഴും ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് റിസീവ് ചെയ്യുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോ ലെഫ്റ്റ് ഏട്രിയം ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സ്വീകരിക്കും, റൈറ്റ് ഏട്രിയം ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ സ്വീകരിക്കും. പക്ഷെ താഴെ വെൻട്രിക്കിളിൽ വെച്ചിട്ട് അവ മിക്സ് ആയി പോകും. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്നാണ് അതിന് നമ്മൾ പറയുക. കാരണം അത് പിന്നെ മിക്സ് ആയി പോകുന്നു. വെൻട്രിക്കിളിൽ വെച്ചിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും മിക്സ് ആയിട്ട് ആണ് ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ആംഫീബിയൻസിന്റെയും റെപ്റ്റൈൽസിന്റെയും സർക്കുലേഷൻ അറിയപ്പെടുന്ന പേര് ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ബേർഡ്സിലും മാമൽസിലും ക്രൊക്കഡൈലിലും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. കംപ്ലീറ്റ്ലി പാർട്ടീഷൻഡ് 4 ചേമ്പേർഡ് ഹാർട്ടാ. നന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 ചേമ്പറുകളുള്ള ഹാർട്ടാണ് ബേർഡ്സിലും മാമൽസിലും പിന്നെ ക്രൊക്കഡൈലിലും. കംപ്ലീറ്റ്ലി പാർട്ടീഷൻഡ് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അപ്പൊ 2 ഓറിക്കിളും ഉണ്ട്, 2 വെൻട്രിക്കിളും ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹാർട്ടിലൂടെയുള്ള സർക്കുലേഷൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റിസീവ് ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, ഹൃദയത്തിന്റെ റൈറ്റ് സൈഡ് റിസീവ് ചെയ്യുന്നത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഹൃദയത്തിലൂടെ ഇടതുഭാഗത്തൂടെയും ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട്, വലതു ഭാഗത്തൂടെയും ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ഹൃദയത്തിന്റെ ഇടതുഭാഗത്തൂടെ ഒരു വട്ടം കയറി ഇറങ്ങണം, വലതു ഭാഗത്തൂടെയും ഒരു വട്ടം കയറി ഇറങ്ങണം. എങ്കിൽ മാത്രമേ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് ചോദിച്ചാൽ, blood flows through heart twice to complete a circulation. It is called double circulation. Blood flows through heart twice. Twice എന്ന് പറഞ്ഞാൽ 2 വട്ടം. Okay, twice to complete a circulation. It is called double circulation. അപ്പോൾ ബ്ലഡ് ഹൃദയത്തിലൂടെ 2 വട്ടം സർക്കുലേറ്റ് ചെയ്യുന്നു. ഇടതു ഭാഗത്തൂടെ ഒരു വട്ടം സർക്കുലേറ്റ് ചെയ്യുന്നു, വലതു ഭാഗത്തൂടെയും ഒരു വട്ടം സർക്കുലേറ്റ് ചെയ്യുന്നു. എന്തിന്? ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനെയാണ് പറയാ ഡബിൾ സർക്കുലേഷൻ. അപ്പോ ബേർഡ്സും മാമൽസും ക്രൊക്കഡൈലും 4 ചേമ്പേർഡ് ഹാർട്ട് ഉള്ളവരാണ്. അവരുടെ സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ആണ്.